വിശദമായിട്ടുള്ള വാർത്തകൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ 8 ദിവസമായിട്ട് പുക ശമിപ്പിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുക ശമിപ്പിക്കാനുള്ള ശ്രമം 8ാം ദിവസവും തുടരുകയാണ്. സമീപ പ്രദേശങ്ങളിൽ പുക അതിരൂക്ഷമായി തുടരുകയാണ്. പ്രദേശത്ത് സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധിക്കിടെ എറണാകുളം ജില്ലാ കളക്ടറായിട്ട് NSK ഉമേഷ് ഇന്ന് ചുമതലയേൽക്കും. വിശദാംശങ്ങളുമായിട്ട് അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ബ്രഹ്മപുരത്തെ തീപിടുത്തം നിയന്ത്രിക്കാൻ ഇന്ന് ശമിപ്പിക്കാൻ 8ാം ദിവസവും കഠിനമായിട്ടുള്ള ശ്രമം തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നും ഈ തീപിടുത്തത്തിന്റെ കാര്യങ്ങളിലുമായി ബന്ധപ്പെട്ട് തീപിടുത്തം ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിൽ നേവിയുടെ ഭാഗത്തു നിന്ന് മുകളിൽ നിന്ന് വെള്ളം ചീറ്റുന്ന ഒരു പ്രവൃത്തിയാണുള്ളത്. അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ വലിയ ടീം ഇന്നും ഇതേ രീതിയിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെയുള്ള തീവ്രമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്ലാസ്റ്റിക് ഉരുകി വീണ്ടും തീപിടിക്കുന്നത്, അടിയിലേക്കുള്ള പ്ലാസ്റ്റിക് ഉരുകി വീണ്ടും തീപിടിക്കുന്നതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ SSLC പരീക്ഷ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ പുക വമിക്കുന്നത് കുട്ടികളെയൊക്കെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ അടിയന്തര യോഗം വിളിച്ചിരുന്നു. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച അടിയന്തര ഉന്നതതല യോഗത്തിലാണ് ഇന്നലെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ബ്രഹ്മപുരത്ത് നിലവിലുള്ള തീയും പുകയും എത്രയും വേഗം ശമിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ യോഗത്തിൽ വിലയിരുത്തലുകളുണ്ടായി. ജൈവമാലിന്യം കഴിവതും ഉറവിടത്തിൽ സംസ്കരിക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാര്യത്തിലാണ് വലിയ പ്രശ്നം. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകുന്നത് നിർത്തിവെക്കും. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ പുകയും അതോടൊപ്പം തന്നെ അത് എരിഞ്ഞ് വീണ്ടും വീണ്ടും തീപിടുത്തത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ എടുത്തിരിക്കുന്നത്. ജൈവ മാലിന്യ സംസ്കരണത്തിന് വിൻഡ്രോ കമ്പോസ്റ്റിംഗ് സംവിധാനം അടിയന്തരമായി റിപ്പയർ ചെയ്യുമെന്നും ഇന്നലത്തെ ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രഹ്മപുരത്തേക്ക് റോഡ് സൗകര്യം ഉറപ്പാക്കും. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ അധികൃതർ തുടങ്ങിയവരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്നും ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് വിവിധ സ്കൂളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ ഈ പ്ലാന്റിന് സമീപത്തുള്ള വിവിധ ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത്, കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത്, കുന്നത്തുനാട്, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, മരട്, കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആണ് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംഗനവാടികൾ, കിൻഡർ ഗാർഡൻ, ഡേ കെയർ എന്നിവയ്ക്കുമൊക്കെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷ ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കുട്ടികൾ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ തന്നെ ഈ പുക ശ്വസിച്ച് എഴുതേണ്ട അവസ്ഥ നിലവിലുണ്ട്. രാവിലെ ഈ ചൂടിന്റെ പശ്ചാത്തലത്തിൽ രാവിലെ 9 മണിയോടുകൂടി SSLC പരീക്ഷയ്ക്കുള്ള കുട്ടികൾ സ്കൂളിൽ തയ്യാറാവുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ രാവിലെ ജില്ലയിൽ വലിയ പുക നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതിനിടയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജിന് സ്ഥലം മാറ്റം നൽകിയിരിക്കുകയാണ്. സ്ഥലമാറ്റത്തിൽ പുതിയ ജില്ലാ കളക്ടറായി NSK ഉമേഷ് ചുമതലയേൽക്കും. ഇന്ന് 9:30 അദ്ദേഹം ചുമതലയേൽക്കുക. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ ഈ തീപിടുത്തം ശമിപ്പിക്കുക എന്ന് തന്നെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുക ശമിപ്പിക്കാനുള്ള ശ്രമം 8ാം ദിനവും തുടരുകയാണ്. സമീപ പ്രദേശങ്ങളിൽ പുക അതിരൂക്ഷം. പ്രദേശത്തെ സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധിക്കിടെ എറണാകുളം ജില്ലാ കളക്ടറായിട്ട് NSK ഉമേഷ് ഇന്ന് ചുമതലയേൽക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി.